ഫാഷൻ ഗേൾ വലിയ വോട്ട് വർധനവ് നേടി എന്നത് പ്രധാനമാണ്. ഫലത്തിൽ ഒന്നാം സ്ഥാനത്ത് മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ പോലും ഒന്നാം സ്ഥാനത്ത് BJP എത്തിയ പശ്ചാത്തലം നമ്മൾ കണ്ടു. അതൊക്കെ വലിയ തോതിൽ ഇടത് കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. സൈബർ നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. പിണറായി മന്ത്രിസഭയുടെ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടതിനെ ചേർത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും പല വിധത്തിലും ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന മുറവിൽ അതിർത്തിയുണ്ട്. സർക്കാരിന്റെ പോക്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് സമീപകാലത്തായി ഉയർന്ന നിരവധിയായ വികാരങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലമാണ്. സൈബർ സഖാക്കൾ, സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടത് അനുകൂലികൾ പോലും ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ചേർത്ത് വായിക്കണം. അങ്ങനെ ഓരോ തരത്തിലും ചർച്ചകൾ സജീവമാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിലെ സംഭവത്തിന്റെ ഒരു തിരിച്ചടിക്ക് ശേഷം 2019 കോടിയേരി ബാലകൃഷ്ണന്റെ കാലമാണ്. അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന തലത്തിൽ നേരിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ച് വലിയൊരു തിരുത്തൽ. അതിന്റെ ഫലം പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത്തവണ